ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് വെൽക്കം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അജ്രക് കുർത്തയുടെ ഒരു കോൺട്രാസ്റ്റ് പാച്ച് വർക്ക് വരുന്ന പോലുള്ളൊരു കുർത്ത കാണിക്കാനാണ്. ഇത് അഫോർഡബിൾ പ്രൈസിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കോൺട്രാസ്റ്റ് കളറും കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ബീഡ്സ് സീക്വൻസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു സെൻറ്ററിൽ ഒരു സ്വീറ്റ് ഹാർട്ട് ടൈപ്പിലുള്ള നെക്കിൽ സെൻറ്ററിൽ ഇതേപോലെ പാച്ചായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബോഡി ഫുള്ള് കംപ്ലീറ്റ്ലി കോട്ടൺ ഫാബ്രിക്കും കോട്ടൻ്റെ അജ്രക് ഫാബ്രിക്കും നമ്മളുടെ സെൻറ്ററിൽ വന്നിരിക്കുന്ന പാർട്ട് ബദ്രി സിൽക്കുമാണ് എടുത്തിരിക്കുന്നത്. ബദ്രി സിൽക്കിൽ അതെങ്ങനെയാണ് ആ ഒരു പാർട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബദ്രി സിൽക്കിൽ നമ്മൾ സെയിം ആ ഒരു സെൻറ്ററിലുള്ള ഒരു ഹാർട്ട് ഷേപ്പ് നമ്മൾ ഇങ്ങനെ ക്യാൻവാസിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പെർഫെക്റ്റായിട്ട് വെക്കാൻ വേണ്ടി ചെയ്യണം. ഫസ്റ്റ് ആ നെക്കിൻ്റെ ഭാഗത്തുള്ള സ്വീറ്റ് ഹാർട്ടിലെ ആ ഒരു കർവാണ് അവിടെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നമ്മൾ അയൺ ചെയ്തെടുത്ത് ക്യാൻവാസിൽ അയൺ ചെയ്തെടുത്ത് പിന്നെ നമ്മൾ ആ നെക്കിൻ്റെ പാർട്ടിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് അയൺ ചെയ്ത് സൂക്ഷിച്ചിട്ട് വേണം ഈ ഒരു പാർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ബദ്രി സിൽക്കിന് ഈ രണ്ട് പാർട്ടും നമ്മൾ തിരിച്ചെടുത്തതിന് ശേഷം ആ ഫ്രണ്ടിലെ നെക്ക് ഭാഗം ഫിനിഷായിട്ട് വരും. അപ്പോൾ ആ കർവ് ഭാഗം ഫിനിഷായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഏത് ഷേപ്പിലാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതേപോലെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ അടിഭാഗത്തായി വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നെക്ക് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതെങ്ങനെയാണ് ഈ ഒരു കട്ടിൻ്റെ അകത്ത് ഇത് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അത് ഓവർലോക്ക് ചെയ്തെടുക്കണം. ഈ ഒരു റെഡ് പാർട്ടിൻ്റെ എൻഡ് ഓവർലോക്ക് ചെയ്തെടുക്കണം. എടുത്തതിന് ശേഷമാണ് നമ്മൾ മെയിൻ ക്ലോത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ കാണിക്കുന്നത് ആ ഒരു ഷേപ്പ് കറക്റ്റായി റൗണ്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്ത് നമ്മൾ കംപ്ലീറ്റ്ലി റൗണ്ടായിട്ട് ഓവർലോക്ക് ചെയ്തെടുക്കും. ഓവർലോക്ക് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പാർട്ട് ആ ഒരു ഡ്രസ്സിൻ്റെ അകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് നമ്മൾ വെട്ടാത്തതിന് മുമ്പുള്ളതാണ്. ഇപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നമ്മൾ വെട്ടിയെടുത്തിട്ട് വേറെ നമ്മുടെ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേ ഞാനപ്പോൾ അതിൻ്റെ അടിയിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ ആ ഒരു നെക്ക് ആദ്യമേ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്ത നെക്ക് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പ് കറക്റ്റായി മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കറക്റ്റായി എൻഡിലായിട്ട് സ്റ്റിച്ച് ചെയ്താലേ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ വരുള്ളൂ. അപ്പോൾ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്കിൻ്റെ എൻഡ് വരെ നമ്മളത് നീറ്റായിട്ട് ഫിനിഷ് ചെയ്തെടുക്കേണ്ടതാണ്. അതിൻ്റെ ഏറ്റവും അരികത്തൂടെ കോൺട്രാസ്റ്റ് കളർ ഏറ്റവും അരികത്തൂടെയാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ എത്രത്തോളം നമുക്ക് അതിനോട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്യണം, എന്നാലേ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നെക്കിൻ്റെ പാർട്ടൂടെ നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പാർട്ട് കംപ്ലീറ്റ് ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് വർക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പാർട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ. ഞാനിത് പ്ലെയിനായി എന്ന് തോന്നിയപ്പോൾ പിന്നീട് ഹാൻഡ് വർക്ക് ആഡ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ഒരു പാർട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാനതിൽ ഹാൻഡ് വർക്ക് കൊടുത്തത്. സെയിം കളർ ഗ്രീനും ഗോൾഡനും മിക്സായിട്ട് വരുന്ന പോലുള്ള ഹാൻഡ് വർക്ക് അതിലേക്ക് കൊടുത്തത്. അപ്പോൾ ഈ നെക്കിൻ്റെ പാർട്ടൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നെക്ക് പാർട്ട് വന്നിരിക്കുന്നത്. കണ്ടില്ലേ ഇപ്പോൾ എത്ര പെർഫെക്റ്റായിട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിൽ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഉള്ള ഒരു ഗ്രീനിൻ്റെ മാച്ചായിട്ട് ഗ്രീനും ആൻറ്റി കട്ട് ബീഡും വരുന്ന പോലുള്ള വർക്ക് ഞാൻ തെച്ചതിന് ശേഷം പിന്നീട് കൊടുക്കണം. ആ ഒരു ഭാഗം കംപ്ലീറ്റ്ലി പ്ലെയിൻ ആയ പോലെ തോന്നി. അപ്പോൾ അതിൽ എന്തെങ്കിലും വർക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് കരുതിയിട്ട് പിന്നീട് അതിൽ ആ ഒരു ഹാൻഡ് വർക്ക് കൊടുക്കുകയാണ് ചെയ്ത് സെൻറ്ററിൽ മാത്രം വരുന്ന പോലെ. അപ്പോൾ അത്രയ്ക്കില്ല, ചെറിയ ബുട്ടാസ് അതിൽ ആഡ് ചെയ്തു. അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് എൽ സൈസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കോൺട്രാസ്റ്റ് ഗ്രീനിലുള്ള ആ ഒരു മെറൂൺ സെയിം കോൺട്രാസ്റ്റ് കളറിന് ഇതിൽ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. പിന്നെ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഞാൻ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. താങ്ക് യു.